പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചതായ വചനഭാഗം മീഖ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിലെ ചില ഭാഗങ്ങളാണ്. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കും, എൻ്റെ ശത്രു അത് കാണും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമുക്ക് തോന്നും, ദൈവം എന്നെ മറന്നോ? എല്ലാവർക്കും ഒരു ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ പെട്ടെന്നൊരു ബാലിശമായ ചിന്താഗതിയാണ്, ദൈവം എന്നെ മറന്നോ? എന്നെ ഓർക്കുന്നില്ലേ? എൻ്റെ പേര് ദൈവം മറന്നുപോയോ? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? എന്നാൽ തിരുവചനം നാം ചിന്തിക്കുന്നത് പോലെ അല്ല നമ്മോട് പറയുന്നത്. മീഖ പ്രവചനം 7:9 പ്രവാചകൻ പറയുകയാണ്, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കും, ഞാൻ അവൻ്റെ നീതി കാണും. പ്രൈസ് ദി ലോർഡ്. ദൈവം നൽകുന്ന വാഗ്ദത്തമാണ്, ഉറപ്പാണ്. ഞാൻ നിന്നെ ഒരു ദിവസം നീ കാണുന്ന അന്ധകാരത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. നിനക്ക് എക്കാലവും ഇരുട്ടിൽ വസിക്കേണ്ടി വരികയില്ല. ഒരു ദിവസം നിനക്കൊരു യാത്രയുണ്ട്, ഒരു പുറപ്പാടുണ്ട്. ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ ഇരുട്ടിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ ആരാലും തടയാനാകാത്ത രീതിയിൽ അവൻ തൻ്റെ മക്കളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്ന വിശ്വാസികളോട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. അപ്പോൾ അന്ധകാരത്തിലിരിക്കുന്ന ജനങ്ങളെ കൊണ്ടുവരുവാൻ, പുറപ്പെടുവിക്കുവാൻ ദൈവത്തിനൊരു സാധാരണ പ്രകാശമല്ല, അത്ഭുതമായ ഒരു പ്രകാശം ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം ഒരു അത്ഭുത പ്രകാശം അങ്ങ് ദൂരെ കാണിച്ചും കൊണ്ട് നമ്മെ വിളിക്കുകയാണ്, കടന്നു വരൂ അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ, ഈ അത്ഭുതമായ പ്രകാശത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ പ്രകാശം എന്ന് പറയുമ്പോൾ ഒരു സൂര്യൻ്റെ വെളിച്ചത്തേക്കാൾ വലിയ പ്രകാശം നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ ദൈവം സൃഷ്ടിക്കുന്ന പ്രകാശം അത്ഭുത പ്രകാശമാണ്. മാനുഷിക ചിന്താഗതിയിലും അവരുടെ അഭിപ്രായത്തിലും അവരുടെ കണ്ടുപിടുത്തത്തിലും അവരുടെ അറിവിലും ദൈവം സൃഷ്ടിക്കുന്ന പ്രകാശം അത്ഭുതമാർന്ന പ്രകാശമാണ്. ഇരുട്ട് ദൈവത്തിൻ്റെ പദ്ധതിയുടെ അവസാനമല്ല. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ കോപം ഞാൻ സഹിക്കും, പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കോപം ഇരുട്ടായി കണ്ടുകൊണ്ട് താൻ പറയുകയാണ്, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ നമ്മെ പരിശോധിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ എന്താണ് പാപം ചെയ്തത്. എന്നാൽ ദൈവം നോക്കുമ്പോൾ നമ്മെ ചിലപ്പോൾ ഇരുട്ടിൽ കൂടെ നടത്തേണ്ടതായ ചില കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടേക്കാം. എന്നാൽ അതൊരു ശക്തമായ ശിക്ഷയുടെ വാക്കല്ല, അതൊരു വിനയത്തിൻ്റെ വാക്കായിട്ടാണ് പ്രവാചകൻ പറയുന്നത്. എൻ്റെ പാപം നിമിത്തം ഞാൻ ഇരുട്ടിൽ ഞാൻ കാത്തിരിക്കും. ആ കാത്തിരിപ്പിനെ ഇരുട്ടായി പ്രവാചകൻ കാണും. ദൈവം ചിലപ്പോൾ നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മെ രൂപപ്പെടുത്തുകയാണ്. സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ വിശ്വാസിയും പരീക്ഷണങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടുന്നു. യോസേഫിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് വരാം. യോസേഫ് ദൈവത്തിൽ വിശ്വസിച്ചവനായിരുന്നു, എന്നിട്ടും സഹോദരന്മാർ അവനെ വെറുത്തു, കുഴിയിലിട്ടു, അടിമയായി വിറ്റു, പോത്തിഫറിൻ്റെ വീട്ടിൽ വ്യാജ ആരോപണം നേരിട്ടു, ജയിലിൽ അടച്ചു. ഓരോ ഘട്ടവും കൂരിരുട്ടായിരുന്നു. തൻ്റെ കണ്ണുകൾക്ക് പ്രകാശം നഷ്ടപ്പെട്ട, ഇല്ലെങ്കിൽ തൻ്റെ ചിന്താഗതിക്കും തൻ്റെ പ്രതീക്ഷയ്ക്കും തൻ്റെ പ്രത്യാശയ്ക്കുമെല്ലാം ഘടകവിരുദ്ധമായ അനുഭവങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ജയിലിൽ അവസാനിച്ചില്ല യോസേഫിൻ്റെ ജീവിതം. ഒരു ദിവസം ദൈവം അവനെ കൊട്ടാരത്തിലേക്ക് ഉയർത്തി. ദൈവത്തിൻ്റെ സമയം ഒരുപക്ഷെങ്കിൽ വൈകിപ്പോകാം, പക്ഷേ തെറ്റുകയില്ല. സമയത്തിന് വ്യത്യാസം വരുന്നേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ സമയവും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും തെറ്റുപറ്റുകയില്ല. 2, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കും.
ഈ വചനത്തിലെ ഏറ്റവും ശക്തമായ വാക്ക് അവൻ. അപ്പോൾ ദൈവം നാമായിട്ട് വെളിച്ചത്തിലേക്ക് വരികയല്ല, നാമായിട്ട് വെളിച്ചത്തിലെ ഒരാഗ്രഹം നമ്മളിൽ വരികയല്ല. എന്നാൽ ആ വെളിച്ചം ദൈവം സൃഷ്ടിച്ചിട്ട് ആ വെളിച്ചത്തിലേക്ക് ശക്തമായി നമ്മെ പുറപ്പെടുവിക്കുകയാണ്. ഇതൊരു മനുഷ്യൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ഇടപെടലാണ്. 4 ദിവസം കല്ലറയിൽ കിടന്ന ലാസറിന് പുറത്തു വരുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ യേശു വിളിച്ചപ്പോൾ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അതൊരു ശക്തിയായി വാക്കിൽ ഉയിർപ്പിൻ്റെ ശക്തി രൂപപ്പെട്ടു. ലാസറിൻ്റെ ശരീരം പുറത്തു വന്നു. ലാസർ പുറത്തു വന്നു. ലാസർ സംസാരിക്കുന്നത് കേൾക്കാൻ ശക്തിയുള്ളവനായി. അവൻ്റെ നാവിൽ സംസാരശേഷിയുണ്ടായി. അവന് തിരിച്ചറിവുണ്ടായി. അവന് വിശപ്പുണ്ടായി. അവന് ക്ഷീണമുണ്ടായി. അവൻ സാധാരണ മനുഷ്യനെ പോലെ വെളിപ്പെടുവാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടായിട്ട് മരണത്തിൻ്റെ ഇരുട്ട് വെളിച്ചമായി രൂപാന്തരപ്പെട്ടു ലാസറിൻ്റെ മുൻപിൽ. അടുത്തത് നമുക്ക് ദാനിയേലിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. സിംഹക്കുഴിയിൽ ദാനിയേലിനെ രക്ഷിച്ചത് അവൻ്റെ കഴിവല്ല, എന്നാൽ ദൈവം ഒരു ദൂതനെ അയച്ച് അവനെ ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാൻ ജയിലിൻ്റെ വാതിലുകൾ അടഞ്ഞിരുന്നു. എന്നാൽ ദൈവദൂതൻ വന്നു, ചങ്ങലകൾ വീണു, വാതിലുകൾ സ്വയം തുറന്നു. ദൈവം തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ഒരു മനുഷ്യനെ കൊണ്ടും ദൈവം തുറന്ന വാതിലുകളെ അടയ്ക്കാൻ കഴിയുകയില്ല. ഇന്ന് നിൻ്റെ ജീവിതത്തിലും അടഞ്ഞിരിക്കുന്ന വാതിലുകൾ ഉണ്ടാകാം. ജോലി, ആരോഗ്യം, ശുശ്രൂഷ, കുടുംബം, ഏത് മേഖലയിലായാലും ദൈവം ഇടപെട്ടാൽ അസാധ്യമായി തോന്നുന്നതെല്ലാം സാധ്യമായി തീരും. 3, ഞാൻ അവൻ്റെ നീതി കാണും. ദൈവം തൻ്റെ മക്കളെ വെറുതെ വിടുന്നില്ല. പലപ്പോഴും മനുഷ്യർ തെറ്റായി വിധിക്കും. യോസേഫിനെ കുറ്റവാളിയായി കണ്ടു. ദാവീദിനെ ഒരു ഇടയനായി മാത്രം ആ ശൗലിൻ്റെ രാജകൊട്ടാരം കണ്ടു. ഹന്നയെ മദ്യപിച്ചവളെന്ന് പുരോഹിതൻ തെറ്റിദ്ധരിച്ചു. എന്തിനു പറയുന്നു? യേശുവിനെ പോലും കുറ്റവാളിയായി ക്രൂശിക്കുകയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വിധി മനുഷ്യരുടെ വിധിയേക്കാൾ ഉയർന്നതായി വന്നു. 37-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, അവൻ നിന്റെ നീതിയെ പ്രകാശം പോലെയും നിന്റെ ന്യായത്തെ ഉച്ചവെയിൽ പോലെയും വെളിപ്പെടുത്തും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയരെ, ഇന്ന് നിന്നെക്കുറിച്ച് കള്ളങ്ങൾ പ്രചരിച്ചിട്ടുണ്ടാകാം. നിന്റെ സത്യസന്ധത ആരും മനസ്സിലാക്കിയില്ലായിരിക്കാം. പക്ഷേ ഒരു ദിവസം ദൈവം നിന്റെ ജീവിതത്തിലൂടെ സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടുവരും. 4, എൻ്റെ ശത്രു അത് കാണും. ഈ വചനം പ്രതികാരത്തെക്കുറിച്ചല്ല, ഇത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ഹാമാൻ മൊർദെഖായിയെ നശിപ്പിക്കാൻ പദ്ധതിയിട്ടതായി എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഒടുവിൽ രാജാവ് മൊർദെഖായിയെ ആദരിച്ചു. ഹാമാൻ അത് കണ്ടു. ദാവീദിനെ പരിഹസിച്ച ഗോലിയാത്ത് വീണു. യോസേഫിനെ വിറ്റ സഹോദരന്മാർ അവൻ്റെ മുൻപിൽ വന്നു. ഇത് മനുഷ്യൻ്റെ വിജയമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നിന്നെ പരിഹസിച്ചവരും അതിനെ സമ്മതിക്കേണ്ടി വരും. നിൻ്റെ ഉയർച്ചയെ അവർ കണ്ട് സാക്ഷാൽ ദൈവമാണ് നിന്നെ ഉയർത്തിയതെന്ന് അവർ സമ്മതിക്കും. ഇത് ദൈവത്തിൻ്റെ കൈ തന്നെയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. നാം വായിച്ച വേദഭാഗത്തിൻ്റെ 5-ാം ഭാഗത്തിൽ മീഖ പ്രവചനത്തിൽ താൻ പറയുകയാണ്, ഞാൻ യഹോവയെ കാത്തിരിക്കും. കാത്തിരിപ്പ് വളരെ പ്രയാസമുള്ളതാണ്. എന്നാൽ കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അബ്രഹാം നമുക്കറിയാം 25 വർഷം തൻ്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. യോസേഫ് ഏകദേശം 13 വർഷം കാത്തിരുന്നു. ദാവീദ് രാജാവാകാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. ദൈവത്തിൻ്റെ കടികാരം ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ചിലർ രോഗത്തോട് പോരാടുന്നവരുണ്ടാകാം, കടബാധ്യതയിലുള്ളവരാകാം, മക്കളെക്കുറിച്ച് കരയുന്നവരായിരിക്കാം, ശുശ്രൂഷയിൽ നിരുത്സാഹപ്പെട്ടിരിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവരുടെ അപവാദം സഹിക്കാൻ വയ്യാതെ
മനസ്സിൽ നീറ്റൽ അനുഭവിക്കുന്നവരായിരിക്കാം. നിന്റെ ജോലി പ്രശ്നങ്ങളിൽ അനേക കഷ്ടങ്ങളും അനേക ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നവനായിരിക്കാം. എന്നാൽ ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കും. അത് ഇന്നായിരിക്കാം, ഒരുപക്ഷെങ്കിൽ നാളെ ആയിരിക്കാം. പക്ഷേ ദൈവം വാഗ്ദാനം ചെയ്താൽ അത് തീർച്ചയായും നിറവേറും. നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ അധ്യായം ഒരുപക്ഷെങ്കിൽ ഇരുട്ടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം എഴുതുന്ന അവസാന അധ്യായം വെളിച്ചമായിരിക്കും. ഇന്ന് കണ്ണുനീർ വിതയ്ക്കുന്നവർ നാളെ സന്തോഷത്തോടെ കൊയ്യും. ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർ നാളെ ദൈവം നിങ്ങളിൽ ചെയ്ത പ്രവൃത്തി കണ്ട് അതിശയിക്കും. അതുകൊണ്ട് ധൈര്യം കൈവിടരുത്, പ്രാർത്ഥന ഉപേക്ഷിക്കരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഇന്ന് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ കാതുകളിൽ ശ്രമിക്കുമ്പോൾ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കും, ഞാൻ അവൻ്റെ നീതിയെ കാണും, എൻ്റെ ശത്രു അത് കാണും എന്ന് മീഖാ പ്രവാചകനോട് നമുക്ക് ചേർന്ന് പറയാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ഇരുട്ട് ദൈവത്തിൻ്റെ വെളിച്ചത്തിന് മുന്നിൽ അധിക നേരം നിലനിൽക്കുകയില്ല. എന്നാൽ ഒരു ദിവസം, ഒരു സമയം, ദൈവം നിശ്ചയിച്ചതായ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ഇരുട്ട് വലിയ അത്ഭുത പ്രകാശമായി മാറുവാൻ ദൈവത്തിൻ്റെ ഇടപെടലിൽ അത് തീർച്ചയായിട്ടും അത് സംഭവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു അത്ഭുത സൃഷ്ടിയായി ദൈവം നിന്നെ മാറ്റും. നിന്റെ ശത്രുക്കൾ അത് കാണും, നിന്നെ പരിഹസിച്ചവർ അത് കാണും, നിന്നെ നിന്ദിച്ചവർ അത് കാണും. നീ എന്നും ഇരുട്ടിൽ വസിക്കുന്നവനല്ല, ഒരു ദിവസം പ്രകാശത്തിലേക്ക് പുറപ്പെടുവിക്കുന്നവനാണ്. ദൈവം പുറപ്പെടുവിക്കുന്ന കുഞ്ഞാടുകളുടെ കൂട്ടത്തിൽ നീയും കാണപ്പെടേണ്ടതിന് പ്രകാശധാരയിലേക്ക്, അല്ല അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ഈ വചനം നിന്നെ സഹായിക്കുമാറാകട്ടെ.